morning students. We are going to discuss about the next topic in spectrometry known as spectrophotometry. A spectrophotometer is an instrument which measures light absorption as a function of wavelength in the UV as well as visible region. So the advantage of spectrophotometer is that you can measure the absorption in both UV and visible region. But in the case of calorimetry, we had already discussed it can measure only in the visible range of light. It also follows the Beer-Lambert's law, and unlike calorimeter, in spectrophotometer the compound can be measured at a precise wavelength. So in the case of calorimeter, I had already told you can measure the absorbance only in a wavelength range. You can measure the absorbance in a range of wavelength but not at a specific wavelength. But in the case of spectrophotometer, you can measure the absorbance at a specific wavelength. ഇപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പെക്ട്രോഫോട്ടോമീറ്ററിനെ കുറിച്ചാണ്. ഇപ്പോൾ സ്പെക്ട്രോഫോട്ടോമീറ്റർ എന്ന് പറയുന്നത് അബ്സോർബൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് UV റേഞ്ചിലും വിസിബിൾ റേഞ്ചിലും എന്ത് ചെയ്യാൻ പറ്റും, അബ്സോർപ്ഷൻ മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ കളറിമെട്രീനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്പെക്ട്രോഫോട്ടോമീറ്ററിനുള്ള അഡ്വാൻറ്റേജ് എന്താണ്? സ്പെക്ട്രോഫോട്ടോമീറ്ററിന് നമുക്ക് UV റേഞ്ചിലും വിസിബിൾ റേഞ്ചിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അബ്സോർപ്ഷൻ മെഷർ ചെയ്യാൻ പറ്റും. പക്ഷേ കലോറിമെട്രിക്കിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് വിസിബിൾ റേഞ്ചിൽ മാത്രമേ അബ്സോർപ്ഷൻ മെഷർ ചെയ്യാൻ പറ്റൂ. പക്ഷേ സ്പെക്ട്രോഫോട്ടോമീറ്ററിൻ്റെ കേസിൽ നമുക്ക് UVയിൽ മെഷർ ചെയ്യാൻ പറ്റും, പിന്നെ വിസിബിൾ റേഞ്ചിലും മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സ്പെക്ട്രോഫോട്ടോമീറ്റർ ഫോളോ ചെയ്യുന്ന ലോ എന്ന് പറയുന്നത് ബിയർ-ലാംബർട്സ് ലോ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പലതവണ. പിന്നെ സ്പെക്ട്രോഫോട്ടോമീറ്ററിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഒരു റേഞ്ചിലാണ്, അല്ല ഒരു സ്പെസിഫിക് വേവ് ലെങ്ത് അല്ലെങ്കിൽ ഒരു പ്രിസൈസ് വേവ് ലെങ്ത്തിന് നമുക്ക് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മെഷർ ചെയ്യാൻ പറ്റും. പക്ഷേ കലോറിമെട്രിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കലോറിമെട്രിക്ക് ഒരു പ്രിസൈസ് വേവ് ലെങ്ത്തിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മെഷർ ചെയ്യാൻ പറ്റില്ല. ഒരു റേഞ്ചിലാണ്, ഒരു വേവ് ലെങ്ത്തിൻ്റെ ഒരു റേഞ്ചിലാണ് മെഷർ ചെയ്യാൻ പറ്റും. So in the spectrophotometer is a method in which absorption or transmission properties of a material is quantitatively measured as a function of wavelength. The basic principle behind this method is that each compound absorbs or transmits light over a certain range of wavelength. So the basic principle of spectrophotometry is that, or every photometry, the basic principle is that each and every component has a certain range of absorption. And a spectrophotometer is an instrument that measures the amount of photons absorbed by a sample after it is passed through the solution. With the spectrophotometer, the amount of a non-chemical substance can be determined by measuring the absorbance. So in the case of spectrophotometer also, we pass the light through a solution, and the light consists of the energy particles known as photons. So different substances will absorb a different amount of photons based on the concentration of the solution, or the different chemical substances has different absorptions which can be used for identifying that chemical or determining the amount of that chemical substance. ഇപ്പോൾ സ്പെക്ട്രോഫോട്ടോമീറ്റർ എന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻ്റ് ആണ്. ആ ഇൻസ്ട്രുമെൻ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? കലോറിമീറ്ററിലുള്ള പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരു സൊല്യൂഷൻ എടുക്കും, ആ സൊല്യൂഷനിനുള്ളിൽ കൂടെ ലൈറ്റ് നമ്മൾ കടത്തിവിടും. അപ്പോൾ ലൈറ്റിലുള്ള പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഫോട്ടോൺസ് ആണ്. അപ്പോൾ ഈ ഫോട്ടോൺസ് ആണ് നമ്മൾ സൊല്യൂഷൻ്റെ ഉള്ളിൽ കൂടി കടത്തിവിടുന്നത്. അപ്പോൾ ഈ ഫോട്ടോൺസ് സൊല്യൂഷൻ്റെ ഉള്ളിൽ കൂടി കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും, ചില ഫോട്ടോൺസിനെ ഈ പാർട്ടിക്കിൾസ്, അതായത് സാമ്പിളിലുള്ള പാർട്ടിക്കിൾസ് അബ്സോർബ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് അബ്സോർബൻസ് കിട്ടുന്നത്. ഇപ്പോൾ ഒരു കെമിക്കൽ സബ്സ്റ്റൻസിൻ്റെ ഒരു സൊല്യൂഷനിലുള്ള കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, കലോറിമീറ്റർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സൊല്യൂഷനിലുള്ള ഒരു കെമിക്കൽ സബ്സ്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കലോറിമീറ്റർ യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സ്പെക്ട്രോഫോട്ടോമീറ്റർ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്പെക്ട്രോഫോട്ടോമീറ്റർ 2 ടൈപ്പ് ഉണ്ട്. മെയിൻലി സിംഗിൾ ബീം സ്പെക്ട്രോഫോട്ടോമീറ്ററും ഡബിൾ ബീം സ്പെക്ട്രോഫോട്ടോമീറ്ററും. The single beam spectrophotometer is used to measure the intensity of the incident light. The sample must be removed so that the reference can be placed at each time.
This type of spectrometer is usually less expensive and less complicated. ഇപ്പോൾ സിംഗിൾ ബീം സ്പെക്ട്രോഫോട്ടോമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു സമയം ഒരു സാമ്പിൾ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. അതായത് നമ്മൾ ബ്ലാങ്ക് വെച്ചിട്ട് ആദ്യം ഓട്ടോ സീറോ ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സാമ്പിൾ വെക്കുക. അപ്പോൾ ബ്ലാങ്കും സാമ്പിളും കൂടി ഒരുമിച്ച് വെക്കാൻ പറ്റില്ല. അതാണ് സിംഗിൾ ബീം സ്പെക്ട്രോഫോട്ടോമീറ്ററിൻ്റെ പ്രത്യേകത. അതായത് അതുകൊണ്ട് തന്നെ ഇത് ലെസ് എക്സ്പെൻസീവ് ആണ്. ഇതാണ് നമ്മുടെ ലാബിലൊക്കെയുള്ള കലോറിമീറ്ററും സ്പെക്ട്രോഫോട്ടോമീറ്ററും ഒക്കെ ഇതാണ് ഉണ്ടാകുക. അതായത് ഒരു തവണ ഒരു സാമ്പിൾ മാത്രം വെച്ചിട്ട് മെഷർ ചെയ്യുക. അതാണ് സിംഗിൾ ബീം സ്പെക്ട്രോമീറ്ററിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ബ്ലാങ്ക് വെച്ചിട്ട് ഓട്ടോ സീറോ ആക്കിയിട്ടാണ് നമ്മൾ സാമ്പിൾ വെക്കുന്നത്. അപ്പോൾ ഇത് ലെസ് എക്സ്പെൻസീവ് ആണ്. നെക്സ്റ്റ് ഡബിൾ ബീം സ്പെക്ട്രോഫോട്ടോമീറ്റർ. This type, before the light reaches the sample, the light source is split into two separate beams. From these, one passes through the sample and the second one is used for reference. This gives an advantage because the reference reading and sample reading can take place at the same time. ഇപ്പോൾ ഡബിൾ ബീം, സിംഗിൾ ബീം എന്ന് പറയുമ്പോൾ ഒരൊറ്റ ലൈറ്റ് റേസ് അല്ലെങ്കിൽ ഒരൊറ്റ റേ ഓഫ് ലൈറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡബിൾ എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ ഡബിൾ ബീമിൽ 2 റേസ് ഓഫ് ലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ സ്പെക്ട്രോഫോട്ടോമീറ്ററിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ലൈറ്റിനെ നമ്മൾ 2 ബീംസായിട്ട്, 2 സെപ്പറേറ്റ് ബീംസായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അതിലൊരു ബീം നമ്മുടെ റെഫറൻസിലൂടെ അല്ലെങ്കിൽ ബ്ലാങ്കിലൂടെ പാസ് ചെയ്യും. ഒരു ബീം നമ്മുടെ സാമ്പിളിലൂടെ പാസ് ചെയ്യും. അപ്പം സെപ്പറേറ്റ് ആയിട്ട് റീഡിങ് എടുക്കേണ്ട കാര്യമില്ല. ഒരേ സമയം നമുക്ക് ബ്ലാങ്കിൻ്റെയും സാമ്പിളിൻ്റെയും അല്ലെങ്കിൽ റെഫറൻസിൻ്റെയും സാമ്പിളിൻ്റെയും റീഡിങ് എടുക്കാൻ പറ്റും. അപ്പോൾ സിംഗിൾ ബീം സ്പെക്ട്രോഫോട്ടോമീറ്ററും ഉണ്ട്, ഡബിൾ ബീം സ്പെക്ട്രോഫോട്ടോമീറ്ററും ഉണ്ട്. ഇപ്പോൾ സിംഗിൾ ബീം സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ നമ്മൾ ഒരൊറ്റ ബീം ഓഫ് ലൈറ്റാണ് കടത്തി വിടുന്നത് സാമ്പിളിലൂടെ. അത് മാത്രമല്ല, നമുക്കൊരു സമയം ഒരു സാമ്പിൾ മാത്രമേ അതിൽ വെക്കാൻ പറ്റൂ. പിന്നെ അത് ലെസ് കോസ്റ്റ് കുറവാണ്. പിന്നെ ഡബിൾ ബീം സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ 2 ബീം ഓഫ് ലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക്, അതായത് ഈ സ്പെക്ട്രോഫോട്ടോമീറ്ററിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ലൈറ്റിനെ നമ്മൾ 2 ബീംസായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതിൻ്റെ ഒരു ബീം നമ്മൾ സാമ്പിളിലൂടെ പാസ് ചെയ്യും, ഒരു ബീം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ റെഫറൻസിലൂടെ പാസ് ചെയ്യും. അപ്പോൾ ഒരേ സമയം നമുക്ക് സാമ്പിളിൻ്റെയും റെഫറൻസിൻ്റെയും റീഡിങ് എടുത്ത് കമ്പയർ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. So based on the wavelength of light used, it can be classified into visible spectrometer, UV spectrometer and IR spectrometer. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്പെക്ട്രോഫോട്ടോമീറ്ററിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അതിന് UVയിലും വിസിബിളിലും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മെഷർ ചെയ്യാൻ പറ്റും. കലോറിമീറ്റർ ആണെങ്കിൽ അതിന് വിസിബിളിൽ മാത്രമേ മെഷർ ചെയ്യാൻ പറ്റൂ. പക്ഷേ സ്പെക്ട്രോഫോട്ടോമീറ്ററിന് UVയിലും വിസിബിളിലും IRലും മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് റേഞ്ചിലാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ട് സ്പെക്ട്രോഫോട്ടോമീറ്ററിനെ നമുക്ക് വിസിബിൾ സ്പെക്ട്രോഫോട്ടോമീറ്റർ എന്നും UV സ്പെക്ട്രോഫോട്ടോമീറ്റർ എന്നും IR സ്പെക്ട്രോഫോട്ടോമീറ്റർ എന്നും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ബിയർ ലാംബേർട്സ് ലോ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇനി ഇതിൻ്റെ ഡിവൈസ് ആൻഡ് മെക്കാനിസം നോക്കാം. ഇപ്പോൾ ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ടാവും, ഒരു കോളിമിനേറ്റർ ഉണ്ടാവും അല്ലെങ്കിൽ സ്ലിറ്റ് ഉണ്ടാവും, പിന്നെ ഒരു മോണോക്രോമാറ്റർ ഉണ്ടാവും ലൈക്ക് പ്രിസം, പിന്നെ ഒരു വേവ് ലെങ്ത് സെലക്ടർ. അതായത് കലോറിമെട്രീൻ്റെ അതേ പാർട്സ് തന്നെയാണ് സ്പെക്ട്രോഫോട്ടോമീറ്ററിനൊക്കെ ഉള്ളത്. ഒരു വേവ് ലെങ്ത് സെലക്ടർ ഉണ്ടാവും, പിന്നെ സാമ്പിൾ സൊല്യൂഷൻ ഉണ്ടാവും, ക്യുവറ്റിൽ ഹോൾഡ് ചെയ്തിട്ട് സാമ്പിൾ സൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ആ മോണോക്രോമാറ്റിക് ലൈറ്റ് ആ സാമ്പിളിലൂടെ പാസ് ചെയ്തിട്ട് ഡിറ്റക്ടർ അത് ഡിറ്റക്ട് ചെയ്തിട്ട് അതിൻ്റെ റീഡിങ് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ സ്പെക്ട്രോഫോട്ടോമീറ്ററിന് കലോറിമെട്രീനെ പോലത്തെ അതേ പാർട്സാണ്. ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ടാവും, ഒരു കോളിമിനേറ്റർ ലെൻസ് ഉണ്ടാവും അല്ലെങ്കിൽ സ്ലിറ്റ് ഉണ്ടാവും, പിന്നെ പോളിക്രോമാറ്റിക് ലൈറ്റിനെ മോണോക്രോമാറ്റിക് ലൈറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോണോക്രോമാറ്റർ അല്ലെങ്കിൽ പ്രിസം ഉണ്ടാവും, പിന്നെ അതിന് വേവ് ലെങ്ത് സെലക്ടർ ഉണ്ടാവും. അപ്പോൾ ഈ മോണോക്രോമാറ്റിക് ലൈറ്റിനെ നമ്മൾ സാമ്പിളിലൂടെ, അതായത് ക്യുവറ്റിലുള്ള സാമ്പിളിലൂടെ പാസ് ചെയ്യും. ആ പുറത്ത് വരുന്ന ലൈറ്റിനെ ഡിറ്റക്ടർ ഡിറ്റക്ട് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ലൈറ്റ് സോഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലൈറ്റ് സോഴ്സ് ഡിസൈഡ് റേഞ്ച് ഓഫ് വേവ് ലെങ്ത് പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ കോളിമിനേറ്റർ ട്രാൻസ്മിറ്റ് സ്ട്രെയിറ്റ് ബീം ഓഫ് ലൈറ്റ്. ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്, ഓൾറെഡി അറിയുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഇതൊക്കെ കലോറിമീറ്ററിലും പറഞ്ഞതാണ്. സോ വാട്ട് ആർ ദി അപ്ലിക്കേഷൻസ് ഓഫ് spectrophotometer? It is used for the measurement of
കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂഷൻ. അതായത് ഒരു സൊല്യൂഷൻ, അതായത് നമ്മൾ ഒരു ഗ്ലൂക്കോസ് സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അൺനോൺ ഗ്ലൂക്കോസ് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എസ്റ്റിമേഷനൊക്കെ ചെയ്യുന്നു. അപ്പോൾ എസ്റ്റിമേഷൻ്റെ സമയത്ത് നമ്മൾ കോൺസെൻട്രേഷനാണ് മെഷർ ചെയ്യുന്നത്. അപ്പം കോൺസെൻട്രേഷൻ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഡിറ്റക്ഷൻ ഓഫ് ഇമ്പ്യൂരിറ്റീസ്, അതായത് നമ്മുടെ സൊല്യൂഷനിൽ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ സൊല്യൂഷനിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലായിരിക്കും, സാധാരണക്കാട്ടും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലായിരിക്കും ആ സൊല്യൂഷൻ. പിന്നെ കെമിക്കൽ കൈനറ്റിക്സ്, അതായത് റിയാക്ഷൻ്റെ പ്രോഗ്രസ് സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. പിന്നെ ഡിറ്റക്ഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്, അതായത് കോമ്പൗണ്ട്സിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. പിന്നെ മോളിക്കുലാർ വെയിറ്റ് ഡിറ്റർമിനേഷൻ, കോമ്പോണൻസിൻ്റെ മോളിക്കുലാർ വെയിറ്റ് ഡിറ്റർമിനേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. താങ്ക് യു.